എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ലൈവ് സെഷനിലേക്ക് വന്ന എല്ലാവർക്കും ശിവരാത്രി ദിനാശംസകൾ നേരുന്നു. ഇന്ന് ഈ സെഷൻ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഒരു ടെക്നിക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സിദ്ധാന്തം പഠിപ്പിക്കാനോ അല്ല ഉപയോഗിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനമായ ഒരു കാര്യത്തെ, കഴിഞ്ഞ 1.5 വർഷത്തെ കാലത്തെ നമ്മുടെ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയ ചില സത്യത്തെ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി റീഫ്രെയിം ചെയ്ത് തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. ആദ്യം തന്നെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ യാത്രയിൽ പങ്കാളിയായ എല്ലാവർക്കും, ആദ്യം മുതലേ ഉണ്ടായ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഇപ്പോഴിവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്നത്തെ ദിവസം ലൈവായിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ ലൈവായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും അതുപോലെ സഹോദരന്മാർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ്, നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ടീം നമ്മുടെ തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ചില നല്ല, നമ്മുടെ ഉയർച്ച, നമ്മൾക്കൊക്കെ ഉയർച്ചയുണ്ടാവും. ഇത് നിങ്ങളുടെ ചാനലാണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതിൽ ഭാഗവാക്കായ കുറച്ച് ആൾക്കാർ നമുക്ക് അടുത്ത തലങ്ങളിലേക്ക് പോകണമെന്ന ഒരു ഉദ്ദേശത്തിന്റെ ഫലമായി അവർ തന്നെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയും നിങ്ങളെ അവരെയൊക്കെ വിളിച്ച് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഗുണമുണ്ടായത്, എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഒരുപാട് 2000-ഓളം ആൾക്കാരെ ഒരു നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 99% ആൾക്കാരും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് നമ്മളെ പറ്റി പറഞ്ഞത്. കേവലം ഫ്രീ ക്ലാസ്സുകളിലാണ് അധികം ആൾക്കാരും അറ്റൻഡ് ചെയ്തതെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു തരത്തിൽ റിസൾട്ട് കിട്ടിയവർ ഒരു 60-70% ആൾക്കാർ റിസൾട്ട് കിട്ടി എന്ന് പറയുകയുണ്ടായി. മറ്റു ചില ആൾക്കാർ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയപരിമിതി കൊണ്ട് പറ്റിയില്ല, പക്ഷേ ക്ലാസ്സുകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്, ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റു ചിലവർ ആൾക്കാർ 1% ആൾക്കാരൊക്കെ പറഞ്ഞ് അത് ഫ്രീ ക്ലാസ്സുകളാണ് 1.5 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അവർ പറഞ്ഞു ഫ്രീ ക്ലാസ് അവിടെ ഉണ്ട്, ശരിയാണ്, പക്ഷെ പെയ്ഡ് ക്ലാസ്സിന് പൈസ കൂടുതലാണ് എന്നുള്ള അഭിപ്രായം കൂടി പറഞ്ഞു. അപ്പൊ അത് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് മാത്രം കൊണ്ട് പറഞ്ഞത് മാത്രമായിട്ട് അംഗീകരിക്കുന്നു, അതിനപ്പുറത്ത് കാര്യമില്ല. കാരണം ഫ്രീ ക്ലാസ്സുകളെല്ലാം ഉണ്ട്, അതിൽ നിന്ന് റിസൾട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പെയ്ഡ് ക്ലാസ്സുകളെല്ലാം ഞങ്ങൾ 222 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ അവര് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, അവർ 50,000 രൂപയെ കണ്ടിട്ടുണ്ട്, 222 അവർ കണ്ടിട്ടില്ല എന്നുള്ളത് അത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവരെപ്പോഴും വലുതായി ചിന്തിക്കാൻ ഞാൻ എല്ലാവരോടും പറയുന്നു, അവർ വലുതായി ചിന്തിച്ചു. പക്ഷെ അപ്പോഴും അവർക്ക് തോന്നി ഈ വലുതായി ചിന്തിക്കാൻ എനിക്കുണ്ട്, പക്ഷെ ഞാൻ ചെയ്യില്ല എന്നുള്ള അത് 1% മാത്രം സന്തോഷമുള്ള കാര്യം. ഞാൻ അതിന് വളരെ സന്തോഷത്തോടെ പറയണേ. അവരൊക്കെ ആ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യും, അവരുടെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും കാണുന്നത്. പക്ഷെ എന്തായാലും ഏറെക്കുറെ 100% ഒരു റിസൾട്ട് നമുക്ക് പറ്റില്ലല്ലോ. എന്നാലും നമുക്ക് 99.9%, അതായത് 100 പേര് വിളിച്ചപ്പോൾ അതിൽ 2 പേര് പറഞ്ഞ അഭിപ്രായം അത്രേ ഉള്ളൂ. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി ഉള്ളതാണ്. പിന്നെ എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ ചെറിയ മാറ്റങ്ങൾ ഇവിടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിങ്ങളെല്ലാം കാണുന്നുണ്ടാവും, മാറ്റങ്ങളുടെ ഒരു അവസ്ഥ. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വരുത്തുന്നുണ്ട്. കാരണം മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പറ്റില്ല. നമുക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് തരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും ഫ്രീ ക്ലാസ്സുകളൊക്കെ തരുന്നത്. പക്ഷെ ഫ്രീ ക്ലാസ് തന്നിട്ട്, നേരത്തെ പറഞ്ഞില്ലേ, ഫ്രീ ക്ലാസ് ഉണ്ടായിട്ട് 40% ആൾക്കാർ പറഞ്ഞ് ഫ്രീ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, കിട്ടിയാലും പ്രാക്ടീസ് ചെയ്യാനും ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ളത് പറയുന്ന ആ 40% ആൾക്കാരോടുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഗുണമോ എനിക്ക് ഗുണമോ ഇല്ലല്ലോ, അല്ലെ? അപ്പൊ അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ വേണം, പ്രാക്ടീസ് ചെയ്തവർക്ക് എല്ലാവർക്കും, അത് ആരും തെറ്റ് പറഞ്ഞിട്ടില്ല. പ്രാക്ടീസ് ചെയ്തവരെല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമായിട്ട് നമ്മൾ സർവേ ബേസ് ചെയ്തിട്ടാ പറയണേ, ഞാൻ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തവർ, നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കെല്ലാം ഇത് ഞാൻ ഉണ്ടാക്കി തന്ന റിസൾട്ട് എന്നല്ല കേട്ടോ, ഞാൻ അതിന് അവകാശവാദമൊന്നും പറയില്ല. ഞാൻ ഉണ്ടാക്കി തന്ന റിസൾട്ട് അല്ല, നമ്മൾ പറയുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ചില ട്രൂത്തുകൾ, സത്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് മാത്രമാണ്. ഞാനതിന്
ഇതെല്ലാം ഞാൻ ചെയ്തതാണെന്നൊന്നും ഒരിക്കലും എവിടെയും പറയാൻ ആളല്ല, അങ്ങനെ പറയുമില്ല. പക്ഷെ ഞാനതിന് ഭാഗവാക്കായി എന്ന് മാത്രം ഉള്ളത് കൊണ്ട് മാത്രം പറയുന്നു. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയാണ്. അപ്പൊ അതുപോലെ തന്നെ സാമ്പത്തിക പരമായിട്ടുള്ള ടെക്നിക്കുകളായിട്ടോ, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളായിട്ടോ, അതുപോലെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നവരോട് ചോദിക്കുന്നു, നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്ത് എന്നിട്ട് പറയും ബാക്കി കാര്യങ്ങൾ. നിങ്ങൾക്ക് യെസ് ഓർ നോ പറഞ്ഞോളൂ. ഇല്ലാത്തവരില്ല എന്ന് പറഞ്ഞില്ല, എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ. ഉണ്ടെങ്കിലും അതൊരു നമുക്കൊരു അതിനോട് കാണുന്നതിനോട് ഒരു കമ്മിറ്റ്മെന്റ് ആയിക്കോട്ടെ. ഒന്നും മാറ്റമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ സമയം അവിടെ ചെലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? അപ്പൊ ഉണ്ടായവരെല്ലാവരും സത്യസന്ധമായി മറുപടി പറയാ. യെസ് ആയാലും നോ ആയാലും എനിക്കതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഞാനിത് യാത്ര ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുഖം, അല്ലെ? മറ്റുള്ളവർക്ക് എല്ലാവരും കമന്റ് ചെയ്ത് കാണുമ്പോൾ ഇനി കാണുന്നവർക്ക് ഒരു സുഖം. അപ്പൊ അവർ യൂട്യൂബ് വിചാരിക്കും ഓക്കെ ഇത് നല്ല കാര്യമാണ് ക്ലാസ്. അപ്പൊ കമന്റ് ഒക്കെ കാണുമ്പോൾ യൂട്യൂബ് കുറച്ച് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ നിങ്ങളുടെ കമന്റും അതുപോലത്തെ ഷെയറിങ്ങും ഒരിക്കലും കുറക്കരുത്. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ എത്തുക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, നല്ല യൂട്യൂബ് വ്യൂസ്. ഇപ്പൊ യൂട്യൂബ് നമ്മുടെ ലൈവ് ലെങ്തി വീഡിയോസ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വ്യൂസ് വളരെ കുറയുന്നത്. ഷോർട്സുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് യൂട്യൂബ്. ഷോർട്സുകളാകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു 40 സെക്കൻഡിലേക്ക് ഒരു കാര്യം പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ എന്റെ ഒരു രീതി അനുസരിച്ച് നടക്കില്ല. വളരെ വിഷയമുള്ള കാര്യം പറഞ്ഞ് ശീലിച്ചു പോയി, ഇങ്ങനെ നീട്ടി പറഞ്ഞ് ശീലിച്ചു. നോക്കാം, പഠിക്കാം, എല്ലാം പഠിച്ചെടുക്കണമല്ലോ, അല്ലെ? പ്രായം ചെറുതാണല്ലോ, അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. ചെറിയ പ്രായത്തിലല്ലേ പഠിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്കൊക്കെ പറ്റൂല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുമല്ലോ, അല്ലേ? ശരിയല്ലേ? എന്റെ പ്രായം ചെറുതല്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ സമ്മതിക്കൂലല്ലേ? സമ്മതിക്കണം, അല്ലേ? യെസ്. അപ്പോ എല്ലാവരും ഒരു പുഞ്ചിരിയാവാം. കുറെ നേരം മസിൽ പിടിച്ചിരിക്കുന്ന ആളോട് ഒരു പുഞ്ചിരി പോരട്ടെ. 1 2 3 എല്ലാരും ചിരിക്കൂ. ഞാൻ ചിരിക്കാത്ത ഞാൻ പേര് വിളിക്കും. പേര് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയല്ല. പോരട്ടെ. പിടിച്ചു നിൽക്കണ്ട. ചിരി പോരുന്നില്ല. പോരാ. യെസ്. ചിരിക്കാനൊക്കെ മസിലുണ്ട്. ചിരി ഏറ്റവും വലിയ ഔഷധമാണ്. അതുകൊണ്ട് ചിരിക്കാതിരിക്കേണ്ട പല വിഷയങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക്. അത് സത്യമാണ് കേട്ടോ. ഞാൻ എല്ലാ വിഷയങ്ങളും തീർന്നിട്ട്, എല്ലാ സങ്കടങ്ങളും തീർന്നിട്ട്, എല്ലാ ദുഃഖങ്ങളും തീർന്നിട്ട് ചിരിക്കാമെന്ന് തീരുമാനിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് പേരെഴുതാവോ അവരുടെ? എന്റെ എല്ലാ വിഷയങ്ങളും, എന്റെ എല്ലാ സങ്കടങ്ങളും തീർന്നിട്ട് ഞാൻ ചിരിക്കാം എങ്കിൽ ഞാൻ തീർത്തു തരാം നിങ്ങളുടെ സങ്കടം. പറഞ്ഞോ, ഇപ്പൊ പറഞ്ഞോ. ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളും തീർത്തുകൊണ്ട് മാത്രമേ ചിരി. അങ്ങനെ ഉണ്ടോ ദീപ? അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ? ദീപയുടെ മുഖത്ത് ചിരി വരാത്തോണ്ട് ചോദിക്കാം. വരട്ടെ ദീപ, ഉണ്ടോ? നല്ലൊരു മാറ്റമുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ എന്നോട് പറയണേ. ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, തീർത്തിട്ട് ചിരിക്കാൻ തുടങ്ങാം എങ്കിൽ ഞാനും ഉണ്ട് നിങ്ങളെ കൂടെ. ഞാൻ ഇതുവരെ അറിയാത്തൊരു കാര്യമാണ്. പറഞ്ഞു വരുന്നത്, അതിൽ കുറച്ച് മാറി നമുക്ക് നമ്മുടെ മറ്റേ കാര്യത്തിലേക്ക് വരാം. സങ്കടങ്ങളില്ലാത്ത ഒരു ജീവി ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം എവിടെയെങ്കിലും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? സന്തോഷം മാത്രമുള്ള, ചിരിയും കളിയും മാത്രമുള്ള ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വേണ്ട, ഇന്ന് നമുക്ക് ഉദാഹരണം എടുക്കാം. ഏറ്റവും നല്ല അല്ലെ, ഏറ്റവും നമുക്ക് പറയാനുള്ളതും ശക്തിയും ശിവവും ഒന്നിച്ചു ചേരുന്ന അവസ്ഥ, അല്ലെ? ശിവനും പാർവതിയും ഒന്നിച്ചു ചേർന്ന് ഏറ്റവും പരമമായ, ഏറ്റവും ചൈതന്യമാർന്ന, ഏറ്റവും ഏറ്റവും എന്താ പറയുക, ഐഡിയൽ ആയിട്ടുള്ള രണ്ടുപേർ, ഇല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ അവരുടെ ജീവിതത്തിൽ? രണ്ടും ദൈവങ്ങളാണ്. ഉണ്ടായിട്ടില്ലേ? എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളും അമ്മായിയപ്പന്റെ വിഷയങ്ങളും ഇല്ലേ? നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളൊക്കെ അനുഭവിച്ച അമ്മായിയമ്മയുടെ പോലെ അമ്മായിയപ്പന്റെ ഈഗോസ് എല്ലാം അവരും കണ്ടിട്ടില്ലേ? അല്ലേ? മക്കള് തമ്മിൽ അടി അവർ കണ്ടിട്ടില്ലേ? ഗണപതിയും അല്ലേ മുരുകനും തമ്മിലുള്ള അടി കണ്ടിട്ടില്ലേ? അമ്മ അത് അനുഭവിച്ചിട്ടില്ലേ? ഏതാ അനുഭവിക്കാത്തത് അവര്? അപ്പൊ നമുക്ക് മാത്രമല്ല ഈ വിഷയമുള്ളത്. മനുഷ്യ ജീവിതം, അല്ലെ? മനുഷ്യനെ മാത്രം നമുക്ക് എടുക്കാം, മറ്റുള്ളവരും തൽക്കാലം കൂടെ. കോഴിയുടെ കാര്യം പറയാം. കോഴി മുട്ട വിരിച്ച് കുഞ്ഞിനെ വളർത്തി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ കുഞ്ഞിനെ ഓടിച്ചിട്ട് വിടും. കുറച്ച് കഴിഞ്ഞപ്പോ
അടുത്തെങ്ങാനും വന്നാൽ അല്ലേ, പോൻ ഏതാണ് പിടയാണെന്ന് നോക്കൂല, മക്കളെ ഓടിച്ചിട്ട് വിടും അല്ലേ. ഇതെല്ലാ മൃഗങ്ങളും എല്ലാത്തും. പക്ഷെ മനുഷ്യൻ മാത്രം കുറച്ച് വിശേഷാൽ ബുദ്ധിയുള്ളത് കൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് അവരെ ഓർത്ത് ദുഃഖിച്ച് 30 വയസ്സായും 40 വയസ്സായ മോനായാലും അമ്മയ്ക്ക് എന്റെ മോൻ ഇപ്പോഴും കഷ്ടത്തിലാന്നേ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നത് മാത്രമാണ്. അതിനകത്താണ് പ്രത്യേകത. അതുകൊണ്ടാണ് ഇത്രയും ക്ലാസ്സുകൾ പറയുമ്പോഴും ആൾക്കാരോട് പറയുന്നു, നിങ്ങൾ അതിനു വേണ്ടി മാറുവിൻ, മാറ്റമുണ്ടാക്കുവിൻ, സ്വയം. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല എന്നുള്ള സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ സംവിധാനങ്ങളും നമ്മളോട് പറഞ്ഞത് അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കായിട്ട് പറയാനില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പൊ എല്ലാവരും സന്തോഷവരാണല്ലോ അല്ലെ? ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹാപ്പിനെസ് മാസ്റ്ററിയുടെ യാത്രയിൽ കാര്യമായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു. ഒന്ന്, ഈ ക്ലാസ്സിൽ മുഴുവനായിട്ടും മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടും സ്പിരിച്വാലിറ്റി മാത്രം പഠിപ്പിക്കാൻ തുടങ്ങുന്നു. മനസ്സിന്റെ തലങ്ങളെ പറ്റി, ഹാപ്പിനെസ് മാസ്റ്ററിയുടെ മനസ്സിന്റെ തലങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. നമ്മൾ 5 പില്ലേഴ്സ് ഓഫ് ലൈഫിനെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യുക: ആരോഗ്യം, സാമ്പത്തികം, ബന്ധങ്ങൾ, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, നമ്മുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം നമ്മളിവിടെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഹാപ്പിനെസ് മാസ്റ്ററിക്കകത്ത് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, മനസ്സിന്റെ ആരോഗ്യ നില എത്താനും, നമ്മുടെ ആരോഗ്യപരമായ കാര്യത്തിന് ഹെൽത്ത്, നമ്മൾ യോഗ, മെഡിറ്റേഷൻസ് അങ്ങനെ ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയുടെ കാര്യവും ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സമ്പത്ത് എന്ന് പറയുന്ന കാര്യവും ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ തന്നെ ആകർഷണ കാര്യങ്ങൾ, ലോ ഓഫ് യൂണിവേഴ്സൽ ലോസ് ഒക്കെ നമ്മൾ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമിലും, നമ്മൾ ബിസിനസ് മാസ്റ്ററി എന്ന വേറെ പ്ലാറ്റ്ഫോം, അങ്ങനെ മാറി മാറിയാണ് ഇതിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു പോകുന്നത് ഹാപ്പിനെസ് മാസ്റ്ററിയിൽ നിങ്ങൾക്ക് ഇനി മുതൽ വലിയ മാറ്റം നിങ്ങൾക്ക് റെഡിയായിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ദിവസത്തെ സർവേയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, പലർക്കും കോഴ്സുകളൊക്കെ എല്ലാവരും എടുക്കാൻ തയ്യാറാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയപരിമിതി അവരെ അലട്ടുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നത് രാത്രി മാത്രമായതുകൊണ്ട് ഒരുപാട് വീട്ടമ്മമാരുടെ യഥാർത്ഥ വിഷയം രാത്രി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മക്കളെ പഠിപ്പിക്കാനുണ്ട്, വീട്ടിൽ ഹസ്ബൻഡ് വരുന്ന സമയമാണ്, വീട്ടിൽ TV വെക്കുന്ന സമയമാണ്. ആ സമയത്തൊക്കെ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തൊന്നും ഇരിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഇത് 100% അവരോട് ഞാൻ യോജിക്കുന്നു. കാരണം വീട്ടിലെ സാഹചര്യങ്ങളിൽ അത് സാധിക്കാത്ത ഒരുപാട് വീട്ടമ്മമാർ ഉണ്ട്. ഇതിന് ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, വർക്കിംഗ് കപ്പിൾസ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് രാവിലെ ജോലിക്ക് ഇറങ്ങി വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ പണി കഴിഞ്ഞ് എല്ലാം കഴിച്ച് ഒന്ന് ഒതുക്കി എന്ന് വരുമ്പോഴേക്കും ഉറങ്ങേണ്ട സമയമായി. ഇതും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ? വളരെ കൃത്യമായി രണ്ടാമത്തതും മനസ്സിലാക്കും. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ക്ലാസ്സും എടുക്കാം, പക്ഷെ പ്രാക്ടീസ് ചെയ്യാനുള്ള കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യന്റെ ഒരു വിഷയം. കാരണം അവന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ എങ്ങനെ പ്രാക്ടിക്കലി ചെയ്യണമെന്നതിന്റെ ഒരു വിഷയം കൂടിയുണ്ട്. അങ്ങനെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ കണ്ടെത്തിയത്. മറ്റു വിഷയങ്ങളുണ്ട്, ക്ലാസ് ഒക്കെ വേണം, പക്ഷെ പൈസ ഇല്ല എന്ന് പറയുന്നത്, അതിന് പരിഹാരം വേറെ കണ്ടെത്താം. പിന്നൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അഭിപ്രായം വന്നത്, സാറേ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ താല്പര്യമാണ്, പേയ്മെന്റ് അടക്കുന്നതിനും വിഷയങ്ങളില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യാതെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരോട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മൗനം എനിക്ക് ഭൂഷണം. അതുകൊണ്ട് ഞാൻ അവരോട് മറുപടി ഒന്നും പറയുന്നില്ല. നിങ്ങളത് മണ്ടനായിട്ടെടുത്താലും വിദ്വാനായിട്ടെടുത്താലും എന്നെ സംബന്ധിച്ച ഭൂഷണാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ ചേരുവോ എന്ന് പറഞ്ഞ് പൈസ മാത്രം മേടിക്കാൻ ഞാൻ ഇരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ, മറ്റൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു കോഴ്സും ഇതുവരെ 1.5 വർഷത്തെ 2 വർഷത്തെ കാര്യത്തിനകത്ത് ഇതുവരെ ഞാൻ ആർക്കും അങ്ങോട്ട് വിളിച്ചിട്ട് കോഴ്സ് വിറ്റിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ പോരായ്മയും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇതും വിളിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്തൊക്കെ ഉണ്ട് എന്ന് പോലും അറിയില്ല.
ഏതൊക്കെയാണ് എനിക്കിത് ബെനിഫിറ്റ് ആവുന്നതെന്ന് വേർതിരിച്ച് കാണാൻ അവർക്ക് അറിയുന്നില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഇനി നമ്മൾ ആൾക്കാർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരും, നിങ്ങളുടെ ആവശ്യം അറിയാനായിട്ട് വിളിക്കും. എന്താണ് നിങ്ങൾക്ക് ആവശ്യം, എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ, എന്താണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ചോദിക്കും. നമ്മൾ ക്ലാസ് വിൽക്കാനൊന്നും വരില്ല, ക്ലാസ് വിൽക്കാനുള്ള ഉദ്ദേശമില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഡിസിഷൻ നിങ്ങളുടെയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരും. കാരണം അറിയാത്ത ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട്. പ്രധാനപ്പെട്ട മാറ്റം വരുത്തുന്നത്, ഇനി മുതൽ എല്ലാ ദിവസവും, അതായത് തിങ്കളാഴ്ച മുതൽ, ഇത് എഴുതി വെച്ചോളൂ നിങ്ങൾ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും 3 നേരം ക്ലാസ് ഉണ്ടായിരിക്കും. 3 നേരമായിട്ട് ക്ലാസ് ഉണ്ടാവും. രാവിലെ 10 മണിക്കും 12 മണിക്കും ഇടയിൽ, 2 മണിക്കും 4 മണിക്കും ഇടയിൽ, 8:30 മണിക്കും 9:30 മണിക്കും, അല്ലെങ്കിൽ 8 മണിക്കും 9 മണിക്കും ഇടയിൽ. ഇങ്ങനെ 3 ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഈ വീക്ക് ഡേയ്സിൽ ഉണ്ടാവും. ഇനി അപ്പോ ക്ലാസ് ഇത് ഞാൻ പറഞ്ഞു, ഇത് പബ്ലിക്കിനല്ല, ക്ലാസ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്, പബ്ലിക്കിന്റെ കാര്യമല്ല, പബ്ലിക്കിന്റെ ക്ലാസ് എടുക്കുന്നവർക്ക്. അപ്പൊ നിങ്ങൾ ലൈവ്, എല്ലാം ലൈവാണ്. നമ്മൾ ലൈവ് തന്നെ ഞാൻ വരും, അല്ലെങ്കിൽ ഇപ്പോ അതുപോലെ തന്നെ നമ്മൾ 5 കോച്ചുമാർ കൂടെ ഉണ്ട്. ഞാൻ ക്ലാസ് പക്ഷെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അഡീഷണലാണ് ഈ പറഞ്ഞത്. ക്ലാസ് എല്ലാം ഓൾറെഡി ആപ്പിൽ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അതിന്റെ ക്ലാസ് തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കഷന് വേണ്ടി നമ്മൾ തരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വളരെ സമയമെടുക്കുന്നതും നിങ്ങളോട് നമ്മൾ വാങ്ങിക്കുന്ന 2000-നോ 3000-നോ ഒന്നും സ്യൂട്ടബിൾ ആവുന്നതും അല്ല. 30 ദിവസത്തെ ലൈവ് ക്ലാസ് ആണ്. ഒരു ഇപ്പൊ ട്യൂണിയർ മൈൻഡ് സെറ്റ് എന്ന ക്ലാസ്സിന് നമുക്ക് 2222 രൂപയെ ചാർജ് ചെയ്യുന്നുള്ളൂ. പക്ഷെ 30 ദിവസത്തെ ലൈവ് ക്ലാസ്സാണ്. അപ്പൊ എത്രത്തോളം ഞങ്ങള് പണിയെടുക്കേണ്ടി വരും എന്ന് ആലോചിച്ചു. 1 മണിക്കൂർ ഒരു ദിവസമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 20 മണിക്കൂർ നമ്മൾ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് അല്ലാതെ ലൈവ് ക്ലാസ്സും കൂടി തരും. എന്തിനാന്ന് വെച്ചാൽ എന്നാലെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ള അത്രയും ഹാർഡായിട്ടുള്ള തീരുമാനത്തിനകത്താണ്. അത് മാത്രം കഴിഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, ഓരോ ക്ലാസ്സിനും നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് ഒരാളുണ്ടാവും. നിങ്ങളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് ക്ലാസ്സിൽ കയറാനും, ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും, ആ പ്രാക്ടീസ് ചെയ്ത് ചെക്ക് ചെയ്യാനും, അത് ശരിയാണെന്ന് വിലയിരുത്താനും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളും കൂടി നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ 25 ആൾക്കാരുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ, ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ, അതിൽ മിനിമം ഒരു 5 സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ടാവും നമ്മുടെ. അവർ വിളിച്ച് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യും. നിങ്ങൾ ഏതൊക്കെ സമയത്ത് ക്ലാസ് കിട്ടിയോ, കണ്ടോ, ഏതുവരെ എത്തി, എത്ര എത്തി, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് ആവശ്യം, മനസ്സിലാവാത്ത കാര്യം 10ഓ 15ഓ പ്രാവശ്യം പറഞ്ഞു തരും. എന്നിട്ട് മനസ്സിലാക്കിക്കും, എന്നിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ഏതാണോ നിങ്ങളുടെ പ്രധാന വിഷയം, അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുമെന്ന് വരില്ല. അപ്പൊ അവർ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ വിഷയങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷോർട്ട് ആയിട്ടുണ്ട് പറയും, രഞ്ജനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട് സാറേ, ഇതൊന്ന് അഡ്രസ് ചെയ്യണം. ഞാൻ ആ ക്ലാസ്, അതിന് വേണ്ടിയുള്ള ക്ലാസ് അതിൽ തന്നെ ആഡ് ചെയ്ത് തരും. ഓരോ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കും വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സപ്പോർട്ട് ടീം, പ്രാക്ടീസ് ചെയ്യാൻ 3 ടൈമുകൾ, ആപ്പിൽ ക്ലാസ്, അതുപോലെ തന്നെ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാനുള്ള കോൾസും കാര്യങ്ങളൊക്കെ. ഒരു കാര്യത്തിലാണ് കൺഫർമേഷൻ ഉള്ളത്. ഏതൊരാള് ഏത് മെന്റൽ കണ്ടീഷനിൽ വന്നോളൂ, 7 ഡേയ്സ് കൊണ്ട്, ഞാൻ ഇപ്പൊ പബ്ലിക്കായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു, 7 ഡേയ്സ് കൊണ്ട് അവരെ ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കും എന്നുള്ളത് ഉറപ്പ് ആണ്. ഇനി വരാൻ പോകുന്ന ടെക്നിക്കിൽ അവരേത് സാഹചര്യങ്ങളും കടന്നു പോയിക്കോട്ടെ, 7 ഡേയ്സിനകത്ത് ഒരു ചേഞ്ചസ് അവരുടെ ലൈഫിനകത്ത് ഉണ്ടായിരിക്കും. എല്ലാ കോഴ്സുകളും 21 ഡേയ്സിന്റെ കോഴ്സുകളാണ്. 30 ഡേയ്സ് നമുക്ക് ഫുള്ളായിട്ട് ക്ലാസ്, 30 ഡേയ്സ് കൊണ്ട് അവരെ പാക്ക് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ പ്രാക്ടീസ് ഇതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല, പലരും ചെയ്തില്ല. എന്നിട്ട് തന്നെ റിസൾട്ട് ഇത്രയും ഉണ്ട്, ചെറിയ ചെറിയ പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ. അപ്പൊ ഞാൻ പറയുന്ന പ്രാക്ടീസുകൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? 100% നിങ്ങൾക്ക് 100% തന്നെ റിസൾട്ട് ഉണ്ടാക്കാനുള്ള പരിപാടി ഒട്ടും കുറവില്ല, കുറക്കുന്ന പരിപാടിയില്ല. അപ്പൊ ഇനി മുതൽ നമ്മൾ ക്ലാസ്സുകൾ എല്ലാം അതുപോലെയാണ്. നിങ്ങളുടെ സമയം നിങ്ങൾ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ യോഗയുടെ കാര്യത്തിലും വീണ്ടും രാവിലെ യോഗ ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അവർക്ക് വേണ്ടി യോഗ ബാച്ചുകൾ
3 ബാച്ചുകളാക്കി തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ രാവിലത്തെ എനിക്ക് തോന്നുന്നില്ല 10 തൊട്ട് 12 മണി വരെ ആളുണ്ടെങ്കിൽ അതും ചെയ്യും. യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എല്ലാം സമയത്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് മാറ്റപ്പെടുന്നു. ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ക്ലാസ് എടുത്തിട്ട് ചൂസ് ചെയ്യുക ഏത് വേണം. ഇതാണ് എല്ലാ ക്ലാസ്സിനെ പറ്റി. അപ്പോൾ ഒരു ക്ലാസ് നമുക്ക് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസ് ആയിട്ട് നമ്മുടെ ക്ലാസ്. എല്ലാവരും ആ ക്ലാസ്സിലൂടെ മാത്രമേ കടന്നു പോകാവൂ എന്നുണ്ട്. കാരണം നമ്മളിപ്പോ നമ്മുടെ എല്ലാ ഈ പ്രോസസ്സിനെ 6 പടികളാക്കി തിരിച്ചിട്ടുണ്ട്. ആ 6 പടിയിൽ ഒന്നാമത്തെ പടിയാണ് ട്യൂൺ യുവർ മൈൻഡ് എന്ന്. മനസ്സിനെ മനസ്സിലാക്കുക. മനസ്സിന് ചിന്തകളെ മനസ്സിലാക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ തന്നെ നിങ്ങളോട് പറയും. അതാണ് ബേസിക്. വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. 2222 രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ആ കാശ് തൽക്കാലം ഒന്നും കൂട്ടാനുള്ള ഉദ്ദേശവും ഇല്ല. എല്ലാവർക്കും അത് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഒരു വ്യത്യാസവും നമുക്കില്ല. അത് ബേസ് ആയിട്ടുള്ള ക്ലാസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാസ്റ്റർ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ മൈൻഡ് എന്ന് പറയുന്ന കോഴ്സാണ്. അതിന്റെ അടുത്ത വെർഷൻ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ആദ്യം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുക, എന്നിട്ട് മനസ്സിനെ നമ്മുടെ വരുതിയിൽ നിർത്തുക എന്നുള്ളത്. നമ്മൾ മനസ്സിന്റെ യജമാനായി മാറുക. രണ്ടാമത്തെ ക്ലാസ്. അത് നിങ്ങൾ ഒന്നാമത്തെ ചെയ്തവർ രണ്ടാമത്തേലേക്ക് എളുപ്പത്തിന് ഈ മാസം മാറണം. അങ്ങനെ ഓരോ പടികളാണ്. മൂന്നാമത്തത് നമുക്ക് വരുന്നത് കീ ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന ക്ലാസ് ആണ്. അതിന്റെ കൂടെ വേറെ അഡീഷണൽ ക്ലാസ്സുകളൊക്കെ ആഡ് ഓൺ ചെയ്ത് വരും കേട്ടോ. കീ ടു ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ താക്കോലുകൾ നമ്മുടെ കയ്യിൽ പിടിക്കുക, ഫോർഗീവ്നെസ്സും മറ്റ് ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്ടീസുകളും അതുപോലെയുള്ള കൃത്യമായ ക്ലാസ്സുകൾ. അതും 30 days ക്ലാസ് ആണ്. 4ാമത്തെ ക്ലാസ് ആണ് ഇമോഷണൽ ബാലൻസിങ് എന്ന് പറയുന്ന, ഇമോഷണൽ തെറാപ്പി എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കൊക്കെ വളരെ കൃത്യമായി അവസ്ഥ വരുന്നത് ഇമോഷനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ മനസ്സിനെ മനസ്സിലാക്കി മനസ്സിനെ പാകപ്പെടുത്തി എടുത്താൽ മാത്രമേ ഇമോഷനെ റെഡിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 4ാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. 5ാമത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന സെഷനിൽ എത്തുന്നത്. അപ്പൊ ജേർണി ടു ഹാപ്പിനെസ് നമ്മൾ 5ാമത്തെ സെഷനിൽ പ്രാക്ടീസ് ചെയ്യുന്നു. 6ാമത്തെ സെഷനിൽ എത്തുമ്പോൾ ദ സർക്കിൾ ആൻഡ് ജേർണി ടു സക്സസ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്നു. ഇത്രയുമാണ് കൃത്യമായിട്ടുള്ള യാത്ര. ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ്ലി 100% ആയിട്ട് ലൈഫിനെ ബാലൻസ് ചെയ്തിരിക്കും, അലൈൻ ചെയ്തിരിക്കും, സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ കൊണ്ടുപോകേണ്ടതാണ്. ഈ യാത്രയുടെ കൂടെയുള്ളതാണ്. ബേസിക് മുതലേ ആദ്യത്തെ ക്ലാസ് എടുക്കുന്ന നമ്മുടെ എന്താ പറയാ ഗൈഡഡ് മെഡിറ്റേഷനും അത് കഴിഞ്ഞിട്ട് എല്ലാം അതുപോലെ തന്നെ എടുക്കണം. അല്ല, അതൊരു സിസ്റ്റം അങ്ങനെയാണ്. അങ്ങനെ പോയിക്കോളൂ. ഇപ്പൊ മുമ്പേ ജേർണി ടു ഹാപ്പിനെസ് എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നോളൂ. നിങ്ങൾക്കെല്ലാം വീണ്ടും ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഒരു ഫീസും നിങ്ങളോട് തിരിച്ചു മേടിക്കുന്നില്ല. നിങ്ങൾ വന്നോളൂ, ആ ക്ലാസ്സിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഏത് കോഴ്സാണോ മുമ്പേ എടുത്തത് നിങ്ങൾക്ക് വീണ്ടും ആ കോഴ്സിൽ, ഇപ്പോ കീ ടു സക്സസ് എടുത്തവരുണ്ടെങ്കിൽ, കീ ടു ഹാപ്പിനെസ് എടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് ഞാൻ വീണ്ടും എനേബിൾ ചെയ്ത് തരാം. നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തോ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് പ്രാക്ടീസ് ചെയ്യണം. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ജേർണി ടു ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾ മുമ്പേ പഠിച്ചവരൊക്കെ ഇപ്പോഴും ഞാൻ ഓപ്പൺ തരാം. പക്ഷെ ജേർണി ടു ഹാപ്പിനെസ് ഇപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ പഴയ കോഴ്സ് അല്ല, കംപ്ലീറ്റ് സൈക്കോളജിക്കലായിട്ട് റീറൈറ്റ് അതും ഉണ്ടാവും. പക്ഷെ അതിനകത്ത് വേറെയും ആഡ് ചെയ്ത് കോഴ്സ് കുറച്ചും കൂടി ലെങ്ത് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരുപാട് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ, സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് ദിവസവും തരും. അത് ചെയ്യാനും എല്ലാ ദിവസവും ഇങ്ങനെ അഫർമേഷൻ എഴുതിക്കൊണ്ട് പോകലും മാത്രമല്ല, അത് അഫർമേഷനൊക്കെ വർക്ക് ചെയ്യണം. അങ്ങനെ എഴുതിയാലൊന്നും അഫർമേഷൻ വർക്ക് ചെയ്യില്ല. അതിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്തൂടെ നിങ്ങൾ കൊണ്ടുപോകാനുള്ള അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കും. എനിക്ക് എൻ്റെ സമയത്തിന് അപ്പുറത്തേക്ക് അടുത്ത കോച്ചുകൾ നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നവർ വന്ന് സംസാരിക്കും. നിങ്ങൾ തന്നെ പഠിച്ച ആൾക്കാർ തന്നെ ക്ലാസ് വീണ്ടും അവിടെ സംസാരിക്കും. അങ്ങനെ കൂടുതൽ നിങ്ങളിൽ എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് പിന്നെ ഒരു നമ്മുടെ കോമൺ ക്ലാസ്, അതായത് ഇപ്പോൾ ഈ നടക്കുന്ന പോലെ കോമൺ ക്ലാസ് എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ നേരിട്ട് വന്നെടുക്കുന്ന ക്ലാസ് എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്കും 9 മണിക്കും ഇടയിലായിരിക്കും. അത് പക്ഷെ പബ്ലിക്കിന് ഫ്രീ ക്ലാസ് ഉണ്ടാവില്ല. പബ്ലിക്കിനുള്ള ക്ലാസ് നമ്മുടെ കോഴ്സിൽ എല്ലാ ക്ലോസിനും ജോയിൻ ചെയ്ത എല്ലാവർക്കും മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. 1 month മെമ്പർഷിപ്പ്, 2 months മെമ്പർഷിപ്പ്, 6 month മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ
ഈ ലിങ്ക് കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. മെമ്പർഷിപ്പ് എടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ നിങ്ങൾ മെമ്പർഷിപ്പ് ഓട്ടോമാറ്റിക് ആയി കഴിഞ്ഞു. അതായത് 2 ഇയർ മൈൻഡ് സെറ്റ് ക്ലാസ് എടുത്തവർക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക് മെമ്പർഷിപ്പ് ആയി. പക്ഷെ 30 ദിവസം കഴിഞ്ഞിട്ട് 2 ഇയർ മൈൻഡ് സെറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റേലേക്ക് വേറെ കോഴ്സ് എടുക്കുന്നില്ലെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ 1212 രൂപ അടച്ചാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ്, ഒരു മാസത്തെ മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ ഒരു മാസത്തെ മെമ്പർഷിപ്പിൽ കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഡെയിലി, അതായത് മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. ഒരു ദിവസവും കോംപ്രമൈസ് ഇല്ല. അതിന് പ്രത്യേകിച്ച് ഫീസ് നടക്കണ്ട. 1212 രൂപ അടച്ചാൽ മതി. പക്ഷെ കോഴ്സ് എടുത്തവർ പൈസ അടക്കണ്ട. അവർ ആ കോഴ്സിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ ആ ഗ്രൂപ്പിലും കൂടി ആഡ് ചെയ്യപ്പെടും എന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ കോഴ്സ് എടുത്തു കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് കൂടി നിങ്ങൾ ആഡ് ചെയ്യും. 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പുതിയതായിട്ട് അടുത്ത തലത്തിലേക്ക് പോകാൻ തയ്യാറാവുക. ഇതാണ് നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും നമുക്ക് വെബിനാറുകളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സൂം മീറ്റിങ്ങിലൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള ഓപ്ഷൻ കൂടി ഈ സൂം മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇനി നമ്മൾ സൂം മീറ്റിംഗ് നിർത്തിയിട്ട് വെബിനാറിലേക്ക് മാറുകയാണ്. കാരണം വെബിനാർ ആകുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കും, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ, അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ചില ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം എന്നെ ശരിക്കും മനസ്സിൽ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നു. കാരണം ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എല്ലാവരുടെ ഒരുപോലെയാണ് പെരുമാറുന്നത്. എനിക്ക് ഒരാളോട് പക്ഷഭേദമില്ല. ഇപ്പൊ 100 പേര് ഇരിക്കുന്നുണ്ടെങ്കിലും 100 പേരെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെ റാൻഡം ആയിട്ട് പലരെയും വിളിച്ച് പലരോട് സംസാരിച്ചു പോകുന്നു. അതിലെനിക്ക് ഒരു കണ്ടീഷൻ വെക്കാറില്ല. പക്ഷെ ചിലവർക്ക് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയെന്ന കാര്യം, ചിലവരെ വിളിക്കുന്നു, എന്നെ വിളിച്ചില്ല എന്നുള്ള സങ്കടം അവര് പറഞ്ഞപ്പോ എനിക്കത് തോന്നി. ഞാൻ അങ്ങനെ ഒരാളെയും വിളിക്കാതിരിക്കുന്നതല്ല, അങ്ങനെ വിളിക്കാതിരിക്കേണ്ട ഒരു കാരണം എനിക്കില്ല. പക്ഷെ അത് അവർക്ക് സങ്കടം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് സാറിന്റെ ക്ലാസ് കയറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ ആരെയും വിളിക്കാതിരുന്നപ്പോൾ എല്ലാവരുടെ പ്രശ്നം തീരുമല്ലോ. അല്ലെ, 2 ഓപ്ഷൻ, 100 പേരെയും വിളിക്കുക പോസിബിൾ ആയ കാര്യമല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ അതിനേക്കാളും നല്ലത് ഞാൻ ആരെയും വിളിക്കാതിരിക്കുകയാണല്ലോ ഏറ്റവും നല്ലത്. അതുകൊണ്ട് വെബിനാറിലേക്ക് കടക്കാം എന്ന് തീരുമാനിച്ചു. അത് ഞാൻ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോ തിരിച്ച് ആയിപ്പോയി ഈ സംഭവം. പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇതുപോലെ മെഡിറ്റേഷൻസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അല്ലാതെ ക്ലാസ്സുകൾക്ക് സംസാരിക്കുന്നതിന്റെ ലിമിറ്റേഷൻ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ. കാരണം ചിലവർക്ക് സങ്കടവും ചിലവർക്ക് സന്തോഷവും വരുമ്പോൾ നമുക്കൊരു ശരിയാവില്ല. എല്ലാവർക്കും ഈക്വലായി വേണം, എല്ലാവരോടും അത്രയും അതല്ലാതെ വേറെ വഴിയില്ല. കുറേ ആലോചിച്ച് ഞങ്ങളെല്ലാം ഇരുന്ന് ആലോചിച്ച് എന്താണ് വഴി. ഇപ്പൊ 100 പേര്, ഇപ്പൊ ഞാനിപ്പോ പത്മിനി അമ്മയോട് സംസാരിക്കുന്നു, രാധയോട് സംസാരിക്കുന്നു, അപ്പോ ശോഭാസിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അനിലിന് തോന്നുന്നു എന്നോട് എന്താ സംസാരിക്കും. ഇപ്പൊ എനിക്കൊന്ന് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പൊ എന്തിനാണ് ഞാൻ അവരെ വെറുതെ സങ്കടപ്പെടുത്തുന്നത്? അതിനേക്കാളും നല്ലത് ഞാൻ വെബിനാർ എടുക്കും. അപ്പൊ നിങ്ങൾ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക. അതിന് നിങ്ങളുടെ സൂം എപ്പോഴും സൈൻ ഇൻ ചെയ്ത് വെക്കണം. സൂം അല്ല, നമ്മുടെ ആപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു വിഷയമല്ല. ഈ സൂം ഒന്നും നിങ്ങൾക്ക് വേണ്ട, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഞാൻ ഇവിടുത്തെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഓട്ടോമാറ്റിക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ആവും. ആപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്നെ കാണാം, സംസാരിക്കാം. അതായത് കോഴ്സ്, ഇപ്പൊ ആപ്പ് ഉണ്ടല്ലോ കോഴ്സ്, അതേ കോഴ്സ് തന്നെ സൂം ഒന്നും പിന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ എക്സ്പെൻസീവ് പിടിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ്. അതിന് 5 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ചെയ്യുന്നത്. കാരണം അത്രയും ഈസി ആയിട്ട്. കാരണം വെച്ചാൽ ഇപ്പൊ പലരുടെയും വിഷയം, പലർക്കും എന്റെ ക്ലാസ്സിലേക്കുന്ന പലർക്കും ഇമെയിൽ ID യൂസ് ചെയ്യാൻ അറിയുന്നില്ല, ഇമെയിൽ OTP എടുക്കാൻ അറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വെറും മൊബൈൽ നമ്പർ മാത്രം അടിച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും, പിന്നെ അവിടെ തന്നെ കുറേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അപ്പം ഒരു മെഡിറ്റേഷൻ വേണമെന്ന് കരുതിയാലോ മറ്റേതും കാണിച്ചാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് 100 രൂപ 200 രൂപ 300 രൂപ പേ ചെയ്തിട്ട് അത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉള്ള അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആപ്പ്, വളരെ ലളിതമായിട്ടുള്ള മലയാളത്തിൽ തന്നെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരാൻ പോവുകയാണ്. നല്ല എക്സ്പെൻസീവ് ആണ് കാര്യം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇതാണ്. പിന്നെ വെബിനാറുകളായിരിക്കും ഇനി കൂടുതൽ വരുന്നത്. വെബിനാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഏത് സമയം എവിടെ ഉണ്ടെങ്കിലും വെബിനാർ നിങ്ങൾക്ക് ഒരേപോലെ കിട്ടും. ഒരേ സിസ്റ്റം ആയിരിക്കും വെബിനാറിന്. അപ്പൊ പക്ഷെ വെബിനാർ നിങ്ങൾ സൈൻ ഇൻ ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഗ്രൂപ്പിലുള്ള ഇപ്പൊ നാളെ ഇത് കാണുന്നവർക്കായാലും ഈ ക്ലാസ് കാണാത്തവരെല്ലാവരും നമ്മുടെ ആപ്പ് വരുന്ന സമയത്ത് അറിയിക്കാം. അപ്പൊ നിങ്ങളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. കോഴ്സ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫ്രീ സെഷൻസ് ഒക്കെ ആപ്പിലേക്ക് കിട്ടും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഇങ്ങനെയാണ് കോഴ്സുകൾ വരുന്നത്. ക്ലാസ് എപ്പോൾ വേണം തുടങ്ങാൻ. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്നും ഓപ്പൺ ആണ്. എല്ലാ ദിവസവും ക്ലാസ് ഓപ്പൺ ആണ്. നമ്മൾ
ഇന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള മെമ്പർ ഇതല്ല നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്, സിൽവർ ഗോൾഡ് അങ്ങനെയല്ല, നമ്മൾ പർട്ടിക്കുലർ ഓരോ ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണം നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്യാം. തിങ്കളാഴ്ച നാളെ മുതൽ നമുക്ക് രാവിലെ ഉള്ളത്, ഉച്ചക്കുള്ള, രാത്രി, വൈകിട്ടുള്ള 3 ഏത് സമയത്ത് വേണം അതാത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർ ഡിസിഷൻ ചെയ്യുന്നതനുസരിച്ച് ക്ലാസ് ഉണ്ടാകും എന്നാണ് അറിയിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. ക്ലാസ്സുകൾ നമുക്ക് ഒരുപാട് എല്ലാ ദിവസവും എടുക്കാറുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ റിസൾട്ട് ഇല്ലാത്തതും ഞാൻ രണ്ടും പറയുന്നു. നിങ്ങൾ ക്ലാസ് എടുത്ത് റിസൾട്ട് ഉണ്ടായില്ല അതും എന്നോട് അറിയിക്കുക, റിസൾട്ട് ഉള്ളതും അറിയിക്കുക. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എന്ത് മാറ്റം വന്ന് എന്ത് മനസ്സിലായി എന്നൊക്കെ നിങ്ങൾ ഏറ്റവും ഒരു അറിയിക്കുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അടുത്ത തലത്തെപ്പറ്റി ഞാൻ ആലോചിക്കാൻ തുടങ്ങും. ഇത്രയുമാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ചോദിക്കാം. അതിനും കൂടി ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് മെഡിറ്റേഷന്റെ സെഷനിലേക്ക് പോകാം. എല്ലാവരും ശിവരാത്രി മെഡിറ്റേഷൻ പങ്കെടുക്കണം. ഫ്രീ മെഡിറ്റേഷൻ ആണ്, എല്ലാവരും പങ്കെടുക്കണം എന്നാണ് അറിയിക്കാനുള്ളത്. അത് റെക്കോർഡിംഗ് ഉണ്ടാവില്ല, പിന്നെ സമയത്ത് തരില്ല, ഇപ്പൊ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നന്ദിയോടുകൂടി നമുക്ക് നിങ്ങളുടെ വാക്കുകളിലേക്ക് കടക്കാം. താങ്ക് യു. ആൾക്കാർക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ, ഞാൻ മറുപടി. നാളെ 10 to 12 ക്ലാസ് നാളെ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കാം. നാളെ അത് പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് കയറാൻ പറ്റുമോ? മനസ്സിലായില്ല. ഡെയിലി ഒരേ ടൈമിൽ തന്നെ കയറാൻ പറ്റുള്ളൂ. അപ്പൊ രാവിലെ ഉള്ളതിന് പറ്റിയില്ല. അങ്ങനെ വന്നാൽ ഉച്ചയ്ക്ക് കയറാൻ പറ്റുമോ, അതെയോ രാത്രി? അങ്ങനെയല്ല. അതായത് ഇപ്പോ ഇപ്പൊ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്നുള്ള ക്ലാസ് എടുക്കുക. ആ ക്ലാസ് എടുക്കുമ്പോൾ 100 പേരുണ്ട് എന്ന് കരുതിക്കും. 100 പേരിൽ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ഏത് സമയമാണ് ക്ലാസ് ആവശ്യം. അപ്പോ 25 പേര് പറയാണ് എനിക്ക് രാവിലെ 10 തൊട്ട് 12 മണി വെക്കാത്ത ഉള്ള സമയം ഫിക്സ് ചെയ്യാം. 11 മണി 10:30 മണി ഇതിൽ ഫിക്സ് ചെയ്യണം എല്ലാവരും കൂടി. 25 പേര് 50 പേര് പറയാണ് 2 മണി തൊട്ട് 3 മണിക്കിടയിലുള്ള സമയം ഞങ്ങൾ ഓക്കെയാണ്. മറ്റു ആൾക്കാർ പറയണു വൈകിട്ട് രാത്രി 9 മണി തൊട്ട് 10 മണി വരെ സമയം വെക്കണം. അപ്പൊ 50 ആൾക്കാർ 10 മണി തൊട്ട് 11 മണി വരെയുള്ള സമയം ഫോർ എക്സാമ്പിൾ എടുക്കുന്നു. 25 ആൾക്കാർ രാവിലെ എടുക്കുന്നു, 50 ആൾക്കാർ ഉച്ചക്ക് എടുക്കുന്നു. അപ്പോ നമുക്കതിനകത്ത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ 25 ആൾക്കാരോട് ആദ്യം ചോദിക്കും നിങ്ങൾക്ക് ഉച്ചക്ക് പറ്റുമോ. അങ്ങനെയാണെങ്കിൽ ആ സെഷൻ എല്ലാ ദിവസവും അവർക്ക് ഓക്കെ ആണെങ്കിൽ ഉച്ചക്ക് രാവിലത്തെ സെഷൻ 25 വേണ്ടി സമയം ഒഴിവാക്കിക്കൊണ്ട് ഉച്ചക്കത്തെ സെഷനിലേക്ക് ആ 25 പേരും കൂടുമ്പോൾ 75 പേരായി. ബാക്കി 50 അല്ലെങ്കിൽ 25 50 പേരായി. ബാക്കി 50 പേർക്ക് 2 സെഷനായിട്ട് കുറക്കും. അല്ല 3 സെഷൻ വേണം എന്നുള്ളത് അവിടുത്തെ തീരുമാനമാണ്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരുടെ തീരുമാനം അനുസരിച്ചായിരിക്കും മാറും. നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ഇപ്പൊ പറയാം 100 പേര് ഉള്ളൊരു ക്ലാസ്സിൽ നിന്ന് 10 പേര് ചോദിക്കുകയാണ് എനിക്ക് 10 തൊട്ട് 11 മണി വരെ മതി. ബാക്കി 90 പേരും പറയുകയാണ് എനിക്ക് 2 മണി തൊട്ട് 4 മണി വരെ. അപ്പൊ അതിന്റെ ഓപ്ഷൻ നമ്മൾ ആലോചിക്കും. കുഴപ്പമില്ല, അവരെ ഒഴിവാക്കുന്നല്ല പറഞ്ഞത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ അവർക്ക് 1-to-1 ആയിട്ടൊക്കെ കൊടുത്തെന്ന് വരും. കാരണം 10 പേർക്ക് 10 പേർക്കായാലും കൊടുത്തെന്ന് വരും. അത് അവിടുത്തെ അന്നേ സമയത്ത് കോച്ചും അവരുടെ ഇമ്പോർട്ടൻസും അവർ അനുസരിച്ച് തീരുമാനിക്കും. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് പഠിക്കാനാണ് ഇവിടെ വരുന്നത്? നമ്മൾ ആക്ച്വലി ഇവിടെ വരുന്നത് ഒരു കൺസിസ്റ്റൻസി പഠിക്കാനും ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനും കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പൊ ഞാൻ മാറില്ല, എന്നെ പഠിപ്പിക്കുന്ന ആൾ വേണമെങ്കിൽ മാറിക്കോ എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നെയും പോകും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലർക്കും ഉണ്ടാവാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. എല്ലാവർക്കും മനസ്സിലാക്കാം. അതെല്ലാം ക്ലാസ്സിനകത്ത് നമുക്ക് ചേഞ്ചസ് ചെയ്യാം. 3 ഓപ്ഷൻ, 3 ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് ആ ക്ലാസ്സിനനുസരിച്ച് നമുക്ക് മാറ്റും. നൈറ്റും ഉണ്ട്, 9 to 10 ഉണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ക്ലാസ്സുകളെല്ലാം ആപ്പിലുണ്ട്. അതിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എല്ലാ ദിവസവും രാവിലെ തരും. അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ആൾക്കാർ വരും, ഒക്കെ ഉണ്ടാവും. പിന്നെ റെക്കോർഡിംഗ് ഇപ്പോൾ 2 to 4 ആണ് ക്ലാസ് എടുത്തെങ്കിൽ ആ ക്ലാസ്സിന്റെ റെക്കോർഡിങ് അതേ ഗ്രൂപ്പിൽ തന്നെ തരികയും ചെയ്യും. അപ്പൊ അത് കേൾക്കുകയും ചെയ്യാം.